എന്തിനാ മഴ മോനെ, ഒരു ട്രിപ്പ് പോകാൻ പറ്റിയ കാലാവസ്ഥ വിട്ടാലോ നമുക്ക് എവിടെങ്കിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാർ പോയാലോ? മൂന്നാറിലെ ഭയങ്കര ദൂരമാണ്, നമുക്ക് വയനാട് പോയാലോ? ശരിയാണ്, വയനാട് കിട്ടാലോ. ചെങ്ങായിമാർ ഇതൊന്നും കാണുന്നില്ല ഭായി. വയനാടിന്റെ അവസ്ഥ നോക്കി. നീ ഏത് വയനാട് പോകുന്ന കാര്യം പറയുന്നത്? അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അറിയാം. ഒരൊറ്റ രാത്രി കൊണ്ട് ചൂരൽമല അങ്ങാടി ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല. ഇരുട്ടായിരുന്നു. അവർ എണീറ്റ് നോക്കുമ്പോൾ, ഞെട്ടി ഉണരുമ്പോൾ പലരും വെള്ളത്തിനടിയിലും ചെളിയിലെ അടിയിലും പൂണ്ടുകിടക്കുകയായിരുന്നു. അവിടുന്ന് ഒരു സ്ത്രീ വിളിച്ചു കരഞ്ഞത്, എന്റെ ഭർത്താവും മകളും ഈ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് ഓടി വന്ന് ഇവരെ ഒന്ന് രക്ഷിക്കണേ എന്നതായിരുന്നു. അത്രത്തോളം ദാരുണമായ ഒരു ദുരന്തമാണ് കേരളം ഇപ്പോൾ വയനാട്ടിൽ ഈ രണ്ട് പ്രദേശങ്ങളിലും കാണുന്നത്. നമ്മുടെ കയ്യിലെല്ലാം പൈസ കൂടിയതിന്റെ മെകളിപ്പാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വയനാട്ടിലേക്ക് ട്രിപ്പ് പോകാന്നുള്ളത്. ഇവിടെ ഒരു രാത്രി കറണ്ട് ഇല്ലെങ്കിൽ KCB വിളിയും, അവിടെ വിളിയും ഇവിടെ വിളിയായിട്ട് ജനങ്ങൾ പരിഭ്രാന്തി വരുത്തുക. പക്ഷെ വയനാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭയാനകരമാണ്. ഒരു നേരം ഇരുട്ടി വെളുത്തപ്പം ജനിച്ച മണ്ണും ജീവിച്ചിരുന്ന വീടും കുടുംബാംഗങ്ങളും ഇല്ലാതെ അവരവിടെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ഓരോരുത്തർക്കും ആവുന്ന തരത്തിൽ സഹായങ്ങൾ വയനാട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ്.